ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖായിരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇന്ന് നമ്മൾ ക്രിസ്മസ് സീരീസിലുള്ള 18ാമത്തെ വീഡിയോ ആണ് ചെയ്യണത്. അപ്പോൾ ഒരു ക്രിസ്മസ് സ്പെഷ്യലായിട്ടൊരു മാസഞ്ചർ ഡെക്കറേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജാമിൻ്റെ ബോട്ടിലും പിന്നെ അതുപോലൊരു ചെറിയൊരു പിക്കിളിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബോട്ടിൽസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ടൈപ്പ് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുത്തുള്ളത് നെയിം സ്ലിപ്പാണ്. അപ്പോൾ ഞാൻ ആ നെയിം സ്ലിപ്പിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ക്രിസ്മസിൻ്റെ ഒരു തീമിലുള്ള ഒരു 2 ഡിസൈൻ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു സ്റ്റിക്കർ ടൈപ്പാണ് കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ വേറെ ടൈപ്പ് സ്റ്റിക്കേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നെയിം സ്ലിപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേറെ ടൈപ്പ് സ്റ്റിക്കറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് എടുത്താലും മതി. അപ്പോൾ ഞാൻ അങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ ഞാനൊരു ക്രിസ്മസ് ട്രീയും പിന്നെ വേറൊരു ഡിസൈൻ ചെയ്തത് പിന്നെ ഒരു ബെല്ലുമാണ്, ക്രിസ്മസിൻ്റെ ആ ഒരു ബെല്ലുമാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് റെഡ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ്, ക്രിംസൺ റെഡ് ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ പെയിൻറ്റ് അടിച്ച് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ആ പെയിൻറ്റ് അടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിലേക്ക് വേറൊരു സംഭവം കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇതാ ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും അപ്പോൾ വീട്ടിലൊക്കെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ അത് ഞാൻ ഈ ഒരു പെയിൻറ്റിലേക്ക് കുറച്ചൊന്നിങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ. അപ്പം നമ്മൾ ആ പെയിൻറ്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു പാത്രം ഭയങ്കര ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു പൗഡറും കൂടെ. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു പൗഡറും പെയിൻറ്റും കൂടെ ഒന്ന് ഏകദേശം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വേറൊരു ട്രേയിലേക്ക് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. അങ്ങനെ ഞാൻ മിക്സ് ചെയ്തെടുത്ത സമയത്ത് ആ ഒരു പെയിൻറ്റ് കുറവാണ്, ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. നമുക്ക് ആ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്ന ആ ഒരു ടെക്സ്ചറിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ പെയിൻറ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്, പക്ഷേ നമുക്ക് ആ ഒരു ബോട്ടിലേക്ക് അടിക്കാനുള്ള ഒരു ടെക്സ്ചറിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി ഒന്ന് പെയിൻറ്റ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ആ ഒരു ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു പെയിൻറ്റിന് ഒരു പ്രത്യേക ഒരു ഇത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ബോട്ടിലേക്ക് ഒന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റിക്കർ നമുക്ക് ബോട്ടിലേക്ക് ആദ്യം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആ കുഞ്ഞ് ബോട്ടിലേക്ക് ഞാൻ ആ ഒരു ബെല്ലാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബെല്ല് ഒട്ടിക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ ഒരു കുഞ്ഞൊരു പീസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, വേറൊരു ചെറിയൊരു പീസ്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു ബെല്ലൊന്ന് ഈ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം ചുളിവുകളൊക്കെ ഇല്ല, നല്ല നീറ്റായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതൊരു ഭാഗം നമ്മൾ ചെറുതായിട്ടൊന്നിങ്ങനെ ഒട്ടിക്കാതെ വെച്ചിട്ട് അവിടെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞ് പീസില്ലേ, അപ്പോൾ അതൊന്ന് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആ ഒരു ചെറിയ പീസ് എന്തിനാണ് വെച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഈ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ സ്റ്റിക്കർ നമുക്ക് പറിച്ചെടുക്കണം. അപ്പോൾ അത് എളുപ്പത്തിൽ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കുഞ്ഞ് പീസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ ആ ഒരു പെയിൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു ബേക്കിംഗ് പൗഡറായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പെയിൻറ്റ് ബോട്ടിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിക്കറിൻ്റെ സൈഡിലൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തിക്കായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടെക്സ്ചർ ഉണ്ട് നമ്മൾ ആ ഒരു ബോട്ടിലിനെ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെയിൻറ്റ് കുറേ ബാക്കിയായിട്ടുണ്ട് കേട്ടോ, കാരണം നമ്മൾ ആദ്യം ബേക്കിംഗ് പൗഡർ ഇട്ട് കുറച്ചൊരു കൂടുതലായിരുന്നു. അപ്പോൾ ഞാനത് നേരെ വേറൊരു ബോട്ടിലേക്കൊന്ന് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ ആ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് വേറൊരു ബോട്ടിലാട്ടിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആ ഒരു കുഞ്ഞ് ബോട്ടിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ ആ ഒരു സ്റ്റിക്കർ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് തീരെ വെളിച്ചമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ക്യാമറയിൽ അത് കാണിക്കാതിരുന്നത്. ബാക്കി ഭാഗം ഞാൻ പിറ്റേ ദിവസം വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു സ്റ്റിക്കർ പറിക്കാതെ വെച്ചിരുന്നാൽ പറിക്കുന്ന സമയത്ത് വൃത്തിയായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് അടുത്ത ഒരു ബോട്ടിലേക്കൊന്ന് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് സാബ് ഗ്രീൻ ആണ് കേട്ടോ, ആ ഒരു ബോട്ടിലേക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആ ഒരു പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത് അത്ര ഇട്ടില്ല, കാരണം ആദ്യം നമ്മൾ ആ റെഡ് കളറിലേക്ക് ഇട്ടത് കുറച്ചൊരു കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ചും കൂടെ ആ ഒരു പെയിൻറ്റും കൂടെ ആഡ് ചെയ്തിട്ട് ആ ഒരു ടെക്സ്ചറിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ബോട്ടിലേക്ക് അടിക്കാനുള്ള ടെക്സ്ചറിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ആ ഒരു ബോട്ടിലേക്ക് ഒന്നിങ്ങനെ പെയിൻറ്റ് ഡാബ് ചെയ്ത് കൊടുത്തു. ആ സമയത്താണ് നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ നമ്മൾ ആ ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു സ്റ്റിക്കർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഞാനത് ഒന്ന് പീൽ ചെയ്തെടുത്തിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഭാഗം ഇങ്ങനെ ഒട്ടിക്കാതെ വെച്ചിട്ട് ആ ഒരു കുഞ്ഞ് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് ഒട്ടിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
നമ്മൾ നേരത്തെ ഒരു റെഡ് കളർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബോട്ടിൽ ഒട്ടിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ മുമ്പ് ഒരിക്കൽ ഇതുപോലൊരു റമദാൻ്റെ ഒരു ക്രാഫ്റ്റ് ചെയ്ത സമയത്ത് ഇതുപോലെ സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചിട്ട് പെട്ടെന്ന് എനിക്ക് പറിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ബ്ലേഡൊക്കെ വെച്ചിട്ടൊക്കെയാണ് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റിക്കർ വെച്ചിട്ട് ചെയ്തിട്ട് എനിക്ക് ഈ ഒരു കുഞ്ഞ് പീസ് വെച്ചുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്രീൻ ബോട്ടിലും ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ബേക്കിംഗ് പൗഡറൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്തതുകൊണ്ട് തന്നെ നല്ലൊരു ടെക്സ്ചറാണ് ആ ഒരു ബോട്ടിൽ കാണാനായിട്ട്. ഇങ്ങനെ ഒരു പിരിപിരാന്നുള്ള ടെക്സ്ചറാണ്. അത് ബേക്കിംഗ് പൗഡർ മിക്സ് ആവാത്തതല്ല കേട്ടോ, ഒരു പെയിൻറ്റിന് വന്നിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ഡ്രൈ ആയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ആ ഒരു ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റിക്കർ പറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു കുഞ്ഞ് പീസ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെ വെച്ച് നമുക്ക് പറിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് പീൽ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ റെഡ് കളർ ബോട്ടിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്, നല്ലൊരു കവറേജ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഗ്രീനിന് അത്രയും ആ ഒരു ബോട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ അത് പെയിൻറ്റ് കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഒരു ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആ ഒരു ബോട്ടിൽ അത് കാണുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ ഒരു ഗ്രീൻ കളർ പെയിൻറ്റ് എടുത്തിട്ട് കുറച്ചൊരു ബേക്കിംഗ് പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു കോട്ടും കൂടെ ഒന്ന് അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതിനെ കുറച്ച് തിക്കായിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ ആ ഒരു സ്റ്റിക്കർ പറിച്ചിട്ടുള്ള ഒരു ഭാഗത്തൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പം ആ ഒരു ഭാഗത്തേക്ക് ആവാതെ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് ഇങ്ങനെ കണ്ടിട്ടൊരു തൃപ്തി ആവാത്തതുകൊണ്ടാണ് ഞാനൊരു കോട്ടും കൂടെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ആ ഒരു പെയിൻറ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ ആ ഒരു പെയിൻറ്റിലേക്ക് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. കുറച്ച് തിക്കായിട്ട് ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു ബോട്ടിലിന് നല്ലൊരു ഭംഗി വരുന്നത്. നമ്മൾ റെഡ് കളർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കവറേജ് കിട്ടിയത്. ഗ്രീൻ ബോട്ടിലേക്ക് നമ്മൾ സെക്കൻഡ് കോട്ടും കൂടി അടിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ. ആ സമയത്തേക്ക് നമുക്ക് ആ ഒരു റെഡ് ബോട്ടിലേക്ക് കുറച്ചും കൂടി ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3D ഔട്ട്ലൈനറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിക്കർ പറിച്ച സമയത്ത് കിട്ടിയിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ആ ഒരു ബെല്ലിൻ്റെ ഡിസൈൻ, അപ്പോൾ അതിനൊരു ഔട്ട്ലൈന് പോലെ അങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഗോൾഡൻ കളർ 3D ഔട്ട്ലൈനർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. കുറച്ചുകൂടി ഒരു ഭംഗിയായിരിക്കും ഒരു റെഡിലേക്ക് ഗ്രീനിലേക്കൊക്കെ. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓറഞ്ച് കളർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു റെഡ് കളറിന് ഔട്ട്ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഞാനൊരു ഗ്രീൻ കളറിലേക്ക് ആ ഒരു ക്രിസ്മസ് ട്രീക്ക് ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. അപ്പോൾ ഗ്രീൻ കളർ ബോട്ടിൽ ഒരുപാട് ഡ്രൈ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നീറ്റായിട്ട് തന്നെ അങ്ങനെ ആ ഒരു ഡിസൈൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ആദ്യത്തെ ഒരു ബോട്ടിലേക്ക് ഏകദേശം ആ ഒരു ഔട്ട്ലൈൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ജോയിനും കൂടെ ഒന്ന് എഴുതി കൊടുക്കണം. ആ ഒരു നടുക്ക് ഭാഗത്ത് നല്ലൊരു ഭംഗി ഉണ്ടാവുമല്ലോ കാണാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റെഡിലേക്ക് ഓറഞ്ച് കളർ ഒരുപാടങ്ങ് എടുത്ത് കാണിക്കുന്നില്ല, എന്നാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഗോൾഡൻ ആകുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവുമായിരുന്നു. ആ ഒരു ജോയിനും കൂടെ എഴുതിയപ്പം നല്ല രസമുണ്ട് ആ ഒരു ബോട്ടിൽ കാണാനായിട്ട്. ആ ഗ്രീനിൽ ഞാൻ പക്ഷേ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ആ ഒരു 2 ബോട്ടിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നല്ലൊരു ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പിരിപിരാന്നുള്ള നല്ലൊരു ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് തൊടുന്ന സമയത്തൊക്കെ നല്ലൊരു പ്രത്യേക ഒരു റഫായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞാനിനി അതിന് ആ ഒരു റെഡ് കളറിന് ഒരു ജൂട്ടഡ് വെച്ചിട്ടൊന്നിങ്ങനെ ആ ഒരു നെക്കിൻ്റെ സൈഡിലൊരു ബോ പോലെ ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ജൂട്ടഡിന് പകരം സാറ്റിൻ്റെ റിബണൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പൊതുവേ ഒരു ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു മാസൺ ജാറിനൊക്കെ പൊതുവേ ഒരു ജൂട്ടഡാണ് കുറച്ചുകൂടി ഒരു മാച്ച് ആയിട്ടുള്ളത്. അപ്പോൾ അത് ഞാനൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളറിലേക്ക് ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ കളറിൽ യൂസ് ചെയ്ത് ഒരുപാട് ഇങ്ങനെ പഴയ ടൈപ്പ് ഒരു ജൂട്ടഡായിരുന്നു. അപ്പോൾ അതിനിങ്ങനെ എക്സ്ട്രാ ത്രെഡൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാനൊരു ലൈറ്റർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ബേൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ആ ഒരു മാസൺ ജാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ക്യാൻഡിലും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ക്യാൻഡിൽ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട്, നല്ലൊരു കളറൊക്കെ ആയിട്ട് വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. പക്ഷേ ആ ഒരു ബോട്ടിൽ ഇങ്ങനെ ഒരുപാട് തിക്കായിട്ട് ആ ഒരു പെയിൻറ്റ് വന്നിട്ടില്ല, നല്ലൊരു കവറേജ് വന്നിട്ടില്ല. അങ്ങനെ ആ ഒരു ബോട്ടിൽ കാണുന്നുണ്ട്, പക്ഷേ അതിനൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ബേക്കിംഗ് പൗഡറൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു പെയിൻറ്റിന് അങ്ങനെ ഒരു ടെക്സ്ചർ വന്നിട്ടുള്ളത്. ഒരു ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു നെറ്റിലൂടെ ഇങ്ങനെ കാണുന്ന പോലെ ഒരു പ്രത്യേക ഒരു ടെക്സ്ചറാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് ആ ഒരു ഗ്രീനിൽ അങ്ങനെ കണ്ടിട്ട്. പിന്നെ ഞാൻ ആ ഒരു റെഡ് ബോട്ടിലേക്ക് ആ ഒരു ക്യാൻഡിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡിൽ നല്ല ഭംഗിയുള്ള ഒരു കളറായിട്ട് വന്നത്, ഒരു പിങ്ക് കളറായിട്ട് നല്ല ഭംഗിയുണ്ട് കളറ്. കാരണം ആ ഒരു ബോട്ടിൽ ഭയങ്കര ഡാർക്കായിട്ടായിരുന്നു നമുക്ക് തോന്നിയിട്ടുണ്ട്, നല്ലൊരു ബ്രൈറ്റ് റെഡായിട്ട്. പക്ഷേ ഈ ഒരു ലൈറ്റ് വന്ന സമയത്ത് നല്ലൊരു പിങ്ക് കളറായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ആ ഒരു കളറ്. അപ്പോൾ ബേക്കിംഗ് പൗഡറൊക്കെ കൊടുത്തുകൊണ്ടാണ് അതിനിങ്ങനെ ആ ഒരു ബോട്ടിൽ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ടെക്സ്ചർ വന്നിട്ടുള്ളത്. അപ്പോൾ ഗ്രീനിലും അതാണ് അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് വന്നത്. അത്രയും നമ്മൾ കവർ ചെയ്തിട്ടായിരുന്നു റെഡ് കളർ ബോട്ടിൽ ചെയ്തത്. എന്നിട്ടും ഇങ്ങനെ ആ ഒരു ബോട്ടിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്തപ്പോൾ ചെയ്തിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. ഞാൻ വേറൊരു ക്യാൻഡിൽ എടുത്ത് ഒരു ഗ്രീനിലേക്ക് വെച്ച് കൊടുത്തു, പക്ഷേ അതങ്ങനെ അത്രക്ക് കത്തുന്നില്ല കേട്ടോ. ആ ഒരു ടൈപ്പ് ക്യാൻഡിലാണ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ആ ഒരു ബേക്കിംഗ് പൗഡർ വെച്ചിട്ടുള്ള ഒരു ക്രിസ്മസ് സ്പെഷ്യൽ മാസൺ ജാർ ഡെക്കറേഷൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നല്ല 2 ടൈപ്പ് കളറിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ പല കളറിൽ ചെയ്താലും എനിക്ക് തോന്നുന്നു നല്ല ഭംഗി ഉണ്ടാവും അതിൻ്റെ ഒരു ലൈറ്റൊക്കെ ഇടുന്ന സമയത്ത്.
അപ്പോൾ നിങ്ങളെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പഴയ ബോട്ടിൽസൊക്കെ ഇതുപോലെ ഒന്ന് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ടുള്ള ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാൻഡിൽ ബോട്ടിൽസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ള ആരെങ്കിലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.